എസ്പെഷ്യലി മറ്റേ ആദ്യത്തെ ദിവസം വന്ന് കിടക്കാൻ ഞാനത് ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഗോപിയുടെ അവസ്ഥ അത് ലാസ്റ്റ് പുള്ളിക്കാരൻ മലയാളീസ് ഡേർട്ടി മൈൻഡ് നമ്മൾ എല്ലാരും തിയേറ്ററിൽ തന്നെ അയ്യോ 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 എന്താ സംഭവിക്കാൻ ശരിക്കും പേടിച്ചു. പുള്ളി ശരിക്കും ഞാൻ ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഒരാളാന്ന് തോന്നിയത്. അത് എങ്ങനെ ഒപ്പിച്ചെടുത്ത ആളെങ്ങനെ അല്ല ആളെ അങ്ങനെ ആക്കിയെടുത്താണ്. ആൾക്ക് ശരിക്കും അത്ര വയറൊന്നുമില്ല. ആള് ഭയങ്കര ഫിറ്റാണ്. അപ്പൊ ആക്ച്വലി നമ്മളൊരു ഇത് വെച്ച് ബോഡി സൂട്ട് വെച്ച് പിന്നെ താടിയൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ഇതിലോട്ട് ആക്കിയെടുത്താണ്. പുള്ളി ശരിക്കും ക്ലീൻ ഷേവ് ആണ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുന്ന ഒരു കാഷ്വൽ ആളാണ്. US-ലൊക്കെ ഉണ്ടായിരുന്നു. US-ലാണ് സെറ്റിൽഡ്, പഞ്ചാബും ഡൽഹി അങ്ങനെ മാറി. ആ പുള്ളിനെ നമ്മൾ അങ്ങനെ മാറ്റിയെടുത്ത കാര്യം അതനാലേ കറക്റ്റ്. കാര്യം ഞങ്ങൾ ആ സെറ്റ് ഇട്ട സ്ഥലത്തൊക്കെ ശരിക്കും 2-3 പാകിസ്ഥാനികളും 4 ഇന്ത്യൻസും കൂടെ ചേർന്ന് നിന്നാണ് ശരിക്കും അത് മൊത്തം നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അവരുടെ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് കാണാറുണ്ട് ഇവർ നടന്നു പോകുന്നു ഒരേ ഡ്രസ്സ്. അതേ ഡ്രസ്സിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് സാഹിബിനും കൊടുത്തത്. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്ന ആ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ഐ തിങ്ക് ദുവ, അതാണ് ക്യാരക്ടർ. അപ്പോൾ ഈ ദുവ പറഞ്ഞ ചില ലൈൻസ് ഉണ്ട് നമുക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരാൾ ഇപ്പം പറയാമല്ലോ എനിക്കത് കുഴപ്പമില്ല. അപ്പോൾ ദുവ പറഞ്ഞ ചില കാര്യങ്ങളെ നമുക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും നമ്മളിങ്ങനെ പിടിച്ച് കയറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ മേ ബി സിനിമയിലായിരിക്കാം അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം സിനിമ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവില്ലേ അങ്ങനെ മോട്ടിവേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എന്താവുന്നോ അങ്ങനെ എത്താൻ സഹായിച്ച ഏതെങ്കിലും ഒരു വ്യക്തി? അല്ല എനിക്കിപ്പോൾ സിനിമയിലാണെങ്കിൽ വിനീതാണ് അങ്ങനെ സിനിമകൾ നൽകി, നല്ല നല്ല പടങ്ങൾ ബാക്ക് ടു ബാക്ക് നൽകി. എല്ലാം കോമ്പിനേഷനുള്ള എല്ലാ സിനിമകളും വർക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ റീസെൻറ്റ് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ തന്നെ കാര്യം അത് എങ്ങനെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നു. പക്ഷേ വിനീത് ഭയങ്കര ഷുവറായിരുന്നു. അല്ല ആ ക്യാരക്ടർ ആക്ച്വലി മനസ്സിൽ കിടന്നു. ഞാൻ ഇവിടെ ചേട്ടൻ പറഞ്ഞല്ലോ കണ്ടിട്ട് മനസ്സിലായില്ല പെട്ടെന്ന് ദൂരെ നടന്നു. ഞാൻ ദൂരെ ഞാൻ ഫോൺ കോൾ ചെയ്തു. ഞാൻ നിതിൻ മോളി ഞാൻ ലിറ്ററലി ഇങ്ങനെ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് അത് രജിസ്റ്റർ ആയിട്ടുണ്ടാവും മനസ്സിലാ ക്യാരക്ടർ. അപ്പം അതും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത് ഇങ്ങനെ വരുന്നു. പക്ഷേ വിനീത് പറഞ്ഞാൽ നീ കണ്ടോ പടം കഴിയുമ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് വേറെ രീതിയിലായിരിക്കും സംസാരിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു വിനീത് എനിക്കങ്ങനെ തോന്നണില്ല, ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് പരിപാടിയിലല്ല, അതല്ല ഞാൻ അത് കൺട്രോളാൻ പറഞ്ഞു. അപ്പോൾ അത് എഗെയിൻ അത് വിനീതിന് ആരോഗ്യങ്ങളും ചെയ്യാമല്ലോ. അപ്പം നമുക്കത് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ആ ഒരാളുണ്ടല്ലോ ഒരു കൈ പിടിച്ചിങ്ങനെ പൊക്കാനായിട്ട്, അത് വിനീതാണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ